ക്യാമറ ഇതാക്കിയാൽ മതിയാ. ഇനി നിങ്ങൾ പറഞ്ഞോ. പിന്നെ ഇതെന്ന് വെച്ചാല് നമ്മള് മെറ്റ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മെറ്റ. ഉം, ഉം, ഉം. പിന്നെ അതില് മെറ്റയ്ക്ക് എന്താ പ്രശ്നം വെച്ചാൽ മെറ്റ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേതില്ലേ മറ്റേ ടിക്ടോക്ക് ആ, ആ. ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കേൾക്കേണ്ടിട്ടായിരിക്കും അല്ലേ? അതെ, അതെ, അതെ. സൊല്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യെസ്. ടീമായിട്ടാണല്ലോ ഉള്ളത്. ഓക്കെ. ഓക്കെ. ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ രണ്ടു തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൂഗിൾ ആഡ്സും ചെയ്തിട്ടില്ല. ഉം. അപ്പൊ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോൺഫിഡൻറ്റോട് കൂടി സാധനങ്ങൾ ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, 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 അതെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗിൽ ഞാൻ ഭയങ്കര തിയറിറ്റിക്കൽ നോളജ് ഒന്നും ഇല്ലെങ്കിലും ഉം. ഒരു ബിസിനസിന്റെ കുറെ കാലമായിട്ട് മാർക്കറ്റിംഗിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു സ്ട്രാറ്റജി അറിയാം. അതെ, അതെ, അതെ. പിന്നെ ഓരോ പ്രോഡക്റ്റിനും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും, ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആയിരിക്കും, ഉം. ഏരിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ, അതുകൊണ്ട് ഞാന് ഈ ഫേസ്ബുക്കിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ആ, അതിന്റെ ഒരു പിന്നെ അതിന്റെ ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്, ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്, ലീഡ്സിനെ ക്ലോസ് ചെയ്യുന്നത് ആ, ഇതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ആ, ആ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു തിയറി ടെക്നോളജി കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആഡ് റൺ ചെയ്യുക, കുറച്ച് വാട്സപ്പ് മെസ്സേജ് വരിക, ഒരു ഹായ് വിടുക, ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉം. ക്വാളിറ്റി ലീഡ് വരണം, അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് അതിനകത്തൊരു നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്ലി ഇത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത് ക്വാളിറ്റി ആയിരിക്കും, അത് ബിസിനസ്സിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ബേസിക്കലി എനിക്ക് പ്രാക്ടിക്കലി അത് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. യെസ്. അതിന് ഡിസൈൻ ചിലപ്പോൾ ഒരു തടസ്സമായിരിക്കും. പക്ഷെ അത് ഞാൻ പുറത്തുനിന്ന് എനിക്ക് ഡിസൈൻ വലിയ വലിയ എക്സ്പെർട്ട് ഒന്നുമില്ല. പക്ഷെ എനിക്ക് വേറെ തേർഡ് പാർട്ടിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കും. ഒന്ന് രണ്ടോ പോസ്റ്ററിറ്റി അത് ക്ലിയർ ആയി. ഉം. പിന്നെ ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വീഡിയോസ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം സർവീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം എന്താ ചെയ്യാന്നുള്ളത്. അതിന് വീഡിയോ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഉം. വീടിപ്പോ ഒരു ഷോപ്പിന്റെ പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വീഡിയോസ് നമുക്ക് കണ്ടന്റ് വേണ്ടി വരും, വീഡിയോ കണ്ടന്റ്. ഉം. ഇതിനകത്തൊരു പ്രശ്നം വരുന്നില്ല. കുറച്ച് ചിലപ്പോൾ നമുക്കൊരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും ഞാൻ വിചാരിക്കുന്നത്. ഉം. അപ്പൊ അതാണ് എന്റെ മെയിൻ പർപ്പസ്. ഓക്കെ. മനസ്സിലായി, മനസ്സിലായി. അപ്പോ ഞങ്ങള് ഇപ്പോ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെയാണ് നമ്മൾ ഈ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലയന്റായിട്ട് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ക്ലയന്റിനെ വെച്ചിട്ടാണ് ട്രെയിനിങ് സെന്റർ ആരംഭിച്ചത്. അവർക്ക് കൃത്യമായിട്ട് ക്ലാസ് കൊടുത്തു. അവർ തന്നൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ. അപ്പൊ അവർക്ക് ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടി, അവർക്ക് റിസൾട്ട് വന്നു, ആൻഡ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്താ ചെയ്യണം എന്നുള്ളത്. മീൻസ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു തിയറി ക്ലാസ് എടുക്കുന്നില്ല. കറക്റ്റ്ലി നമ്മൾ ഏജൻസിയിൽ ചെയ്ത എന്താ പറയാ ലൈവ് പ്രൊജക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു, ഏത് ഏത് ഓഡിയൻസിനാണ് നമ്മൾ സെലക്ട് ചെയ്ത്, അതെങ്ങനെ നമ്മൾ കീപ്പ് ചെയ്തു. പിന്നെ നിങ്ങളിപ്പം പറഞ്ഞ ക്വാളിറ്റി ലീഡ്സിന്റെ ഒരു ഇതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി ലീഡ്സ് എങ്ങനെ കിട്ടും? നമുക്കൊരു ലീഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റണം. ഒരു വെൽക്കം മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഹായോ എന്തെങ്കിലും ഒന്ന് നമ്മൾ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയന്റിന് ഓക്കെ, ഇവർ ഓക്കെ ആണെന്നുള്ളത് തോന്നും. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സിൽ കൊടുക്കുന്നത്. മീൻസ് ഇതൊരു ബേസിക് കോഴ്സ് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഡിസൈനിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ഡിസൈൻ പ്രോബ്ലം ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഒപ്പം ഒരു ക്യാൻവ എന്ന് പറഞ്ഞൊരു ടൂള് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടാവും. പക്ഷെ അതൊരു നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ സ്റ്റുഡൻസും നമുക്ക് ഡിസൈനും വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് അവർ നമുക്ക് അയച്ചു തരും. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ അടുത്ത ഇതിലേക്ക് പോകുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആദ്യം പഠിപ്പിക്കുന്നത് എന്തിനാ അറിയാം? ഇതാണ് ഇതിന്റെ ബേസ്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എൻ്റെ അടുത്ത് വന്ന പലരും ഉണ്ടല്ലോ, ഫസ്റ്റ് SEO ചെയ്ത ആൾക്കാരാണ്. SEO എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരിക്കലും ഫസ്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് ഒരു റിസൾട്ട് വേണം. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ വന്നത് എന്തിനാണ്? ഒരു സൊല്യൂഷനാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ SEO ഗൂഗിൾ ആഡ്സ് പഠിപ്പിച്ചിട്ട് കാര്യമല്ല. നിങ്ങളുടെ ബിസിനസ്സിന് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് വേണം. ഓക്കെ, ആ റിസൾട്ട് ഇപ്പോൾ ഗൂഗിൾ ആഡ്സിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പൈസ അതിൽ സ്പെൻഡ് ചെയ്യണം. അത് 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 അതെനിക്ക് മനസ്സിലാവും. ഞാനത് എന്റെ ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞാല്
ഇപ്പം ഒരു ലീഡ്സ് എന്ന് പറയുന്നത് മില്യൺസും ബില്യൺസിലും ചെയ്യുന്ന ടേൺ ഓവർ വരുന്ന ലീഡ്സ് ഒക്കെ ആണെങ്കിൽ അത് ഓക്കെ. അത് ഓക്കെ. അതെ ലീഡ് അതെ. എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റിയൽ വേറെ എസ്റ്റേറ്റ്. ആ കണ്ടെയ്നർ കണക്കിന് സാധനം ഓർഡർ വരുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ. അതെ പക്ഷേ അതെ അതെ. ചെറിയ 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 കാര്യങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിന്റെ ഒരു വിഷയം വരുന്നില്ല. വിഷയം വരുന്നില്ല. അതന്നെ, ഗൂഗിൾ ആഡ്സ് ഈവൻ എസ്ഇഒയും വരുന്നില്ല. അപ്പോ ഞാൻ പക്ഷെ അതുകൊണ്ടാണ് ആ ഈ റെസ്റ്റോറന്റ് ഒക്കെ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന കാണുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരു അത് ബില്ല് എന്ന് പറയുന്നത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഗൂഗിൾ ആഡ്സ് നിങ്ങൾ എനിക്ക് പറയുന്ന പോലെ ഒരു ചെറിയൊരു മെത്തേഡ് അല്ല. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ആഡ് ഉണ്ട്, സെർച്ച് ആഡ് ഉണ്ട്, യൂട്യൂബ് സ്കിപ്പ് ആഡ് ഉണ്ട്, ഡിസ്പ്ലേ ആഡ് ഉണ്ട്, ആൻഡ് ഉം, ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ആഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആഡ് സെറ്റ് ആണ് ഗൂഗിൾ ആഡ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഉം, പോലെ ഗൂഗിളിൽ വരുന്ന ആഡ് മാത്രമല്ല, ഗൂഗിൾ ഉം, ആഡ്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു പാർട്ടാണ്. അത് നിങ്ങൾ വിചാരിക്കാത്ത ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാധനമാണ്. ഉം, അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ്, ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിന്, ഉം, നിങ്ങൾ ഇപ്പോൾ ലിങ്ക്ഡിൻ എന്തിനാണ് നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ത്രൂ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും വലിയ വലിയ ബിസിനസ് ഓണേഴ്സ്, വലിയ വലിയ ഉം, ആൾക്കാരൊക്കെ ആയിട്ട്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. ഉം, ഉം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടിക്ടോക്ക്, നിങ്ങൾ പറഞ്ഞു ടിക്ടോക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ റൺ ചെയ്തിട്ട് നല്ല റിസൾട്ട് വന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി മനസ്സിലായിട്ടാണ്, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഇതിന്റെ ഒപ്പം നമ്മളൊരു ലോക്കൽ SEO എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും അധികം അറിയാത്ത ഒരു കാര്യമാണ്. ഈ ലോക്കൽ SEO നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതിൽ കൂടി നല്ല റിസൾട്ട് വരും. ലോക്കൽ SEO എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്. ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് ഇതിന്റെ ഒരു പാർട്ടാണ്. അതിൽ കൂടിയാണ് ഗൂഗിൾ ആഡ്സ്, SEO കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുവരെ നമ്മൾ പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രം ഇവിടെ മാർക്കറ്റ് ചെയ്ത് ഏജൻസികളുണ്ട്. ഈ ഗൂഗിൾ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന, ഇതിൽ മെയിൻ ആയിട്ട് ഗൂഗിൾ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് വരും. കാരണം ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ അതല്ലല്ല, മീഡിയ അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിന് ആവശ്യമുള്ള സാധനമാണ് പറഞ്ഞത്. അതും കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞതല്ല, പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ SEO എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സാധനമാണ്. ഓക്കെ. പക്ഷെ ഈ ലോക്കൽ SEO എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയന്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന സാധനം. അതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കമ്പനീന്റെ ഗുഡ് വില്ല് കൂടും. കാരണം ഇത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏജൻസിയിൽ എന്താ പറയുക, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ എൻ്റെ ക്ലയൻറ്റിന് കൊടുത്തിട്ട് വിജയിച്ച കാര്യങ്ങളായി പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ആയാലും ഗൂഗിൾ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ലോക്കൽ SEO ആയാലെല്ലാം ഞാൻ എൻ്റെ ക്ലയൻറ്റിന് കൊടുത്ത റിസൾട്ടാണ്. ഞാനൊരു അബുദാബി ഒരു കമ്പനിക്ക് ലോക്കൽ SEO മാത്രം 3 വർഷം ചെയ്തിട്ടുണ്ട്. 3 വർഷം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. കാരണം ആ റിസൾട്ട് ഉണ്ടാക്കേണ്ടി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം പറഞ്ഞു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തു. അതിലൊക്കെ എന്ന് വെച്ചാൽ ഒരു മെത്തേഡ് ഉണ്ട് എങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് അറിയാൻ തോന്നുന്നു അല്ലേ, ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇല്ല, സെറ്റ് എന്നോട് മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്താ പറയാ, ഇതിപ്പോ കുറെ ഓൺലൈൻ മീഡിയാസ്, കുറെ ഫ്രീ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ ഒരു എൻഡിൽ എല്ലാവർക്കും ഞാനിപ്പോ എന്നെ വിളിച്ച ഒരു പകുതി മുക്കാൽ ആൾക്കാരും നമുക്ക് ലീഡ് വന്ന ഒരു കോഴ്സ് കഴിഞ്ഞോലും കോഴ്സ് വേറെ സ്ഥലത്ത് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇനി എങ്ങോട്ടാ പോകേണ്ടി എന്നുള്ളത്. കാരണം ഇതിന്റെ മെയിൻ എന്താ പറയാ ഒരു പ്രോബ്ലം എന്ന് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ അതുകൊണ്ടാണ് ഈ കോഴ്സ് ഇങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. നമ്മൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്തത് എന്താ പറയാ ഒരു 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾ ഒരു ജോബിന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും. രണ്ടാമത്തത് ഫ്രീലാൻസ് ഓപ്ഷൻ ആയിരിക്കും. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ബിസിനസ് ആണ്. ഇപ്പൊ നിങ്ങളുള്ളത് ഈ ബിസിനസ്സിലാണ്. ബിസിനസ് ഗ്രോ ചെയ്യണം നിങ്ങൾക്ക്. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. മീൻസ് നിങ്ങൾക്ക് നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി എനിക്ക് ലീഡ് കിട്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്.
അപ്പൊ ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ആഡ് റൺ ചെയ്യും. ഞാൻ ഇപ്പോൾ എൻ്റെ ഏജൻസിക്ക് ആഡ് റൺ ചെയ്യുന്നുണ്ട്, അക്കാദമിക്ക് റൺ ചെയ്യുന്നുണ്ട്, പിന്നെ എൻ്റെ ഏജൻസിയിൽ കുറേ കമ്പനികൾ ആഡ് റൺ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടത് എൻ്റെ വീഡിയോ ആഡ് മാത്രമാണ്. നമുക്ക് ഓഡിയൻസിനെ സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങോട്ടാണ് അത് പിന്നെ ആരാണ് കാണേണ്ടത് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. എത്ര ഓഡിയൻസ്, നമുക്കിപ്പോൾ ഒരു ആഡിൽ റിസൾട്ട് കുറവാണെങ്കിൽ നമുക്ക് അടുത്ത ആഡ് റൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ബ്രൗഷറോ അല്ലെങ്കിൽ വേറൊരു മീഡിയ പിന്നെ എന്താ പറയാ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അല്ല ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ ബഡ്ജറ്റ്, നമ്മളെ ലൊക്കേഷൻ, നമ്മളെ ഓഡിയൻസിനെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കിട്ടുന്നത്. അത് ആർക്കും അറിയില്ല. പിന്നെ ഇതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്ഷൻസ് ഇതിലുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മളെ ക്ലാസ്സിൽ ഈ ഒരു 3-4 കാര്യങ്ങളുണ്ടല്ലോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെല്ലാണോ വേണ്ടിയത് അത് നിങ്ങൾക്ക് എന്താ പറയാ ഇതിൽ കൂടി കിട്ടും. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് ഈ ജോബ്, ഫ്രീലാൻസ്, ബിസിനസ് ഇതൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെ ബിസിനസ്സിന് കൂടി ഡെവലപ്പ് ചെയ്യാൻ ഉപകാരപ്പെടും. ഇത് ഞാനതാ പറഞ്ഞത്, ഞാനൊരു കോഴ്സ് ആയിട്ട് കൊടുക്കല്ലത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫ്രീലാൻസർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ സ്റ്റാർട്ട് വിത്ത് ബൈ ബിസിനസ്. ഫ്രീലാൻസിൽ നമുക്ക് വർക്ക് കിട്ടി, ആൻഡ് വർക്ക് ഒരു പരിധിയിലധികമായപ്പോഴാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ റണ്ണിങ് സ്റ്റേജിലാണ് നമ്മൾ ഒരു പ്രോബ്ലം കണ്ടെത്തുന്നത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി വലിയ അറിവുകൾ ആൾക്കാരിലേക്ക് ഇല്ല. അവിടെ നിന്നാണ് നമ്മൾ ട്രെയിനിങ് സെന്റർ ആരംഭിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് നമ്മൾ എന്താണ് ഒരു പിന്നെ കോഴ്സ് എന്നുള്ള ഉപരി അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണം. ബിസിനസ് ഒന്നിക്കെങ്കിൽ കരിയർ ചേഞ്ച് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു മാറ്റം വരണം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോ നിങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്യാണ്, നിങ്ങൾ 1 അവർ ഇപ്പോൾ 6:25 ഈ സമയത്ത് എൻ്റെ അടുത്ത് വന്നത് എന്തിനാണ്? ഒരു സൊല്യൂഷൻ വേണ്ടിയിട്ടാണ്. ആ സൊല്യൂഷൻ നമുക്ക് തരാൻ പറ്റണം. ആ സൊല്യൂഷൻ തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളോടല്ല, നമ്മൾ ഈ കോഴ്സിൽ വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നതാണ്, ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാണ്, ട്രെയിനിങ് സെന്റർ അല്ല. ഓക്കെ, നിങ്ങളെ ബിസിനസ്സിന് അല്ലെ നിങ്ങളുടെ കരിയറിന് അല്ലെ നിങ്ങൾക്കുള്ളൊരു മാറ്റമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും പരിപാടികൾ? നമ്മളിപ്പോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെനസ്ഡേ ആണ്. ഈ അല്ല, നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പം ഫേസ്ബുക്കിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക? ഫേസ്ബുക്കിൽ ഏത് പോയിന്റ് നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു ബേസിക് തിയറി തരും. ഇതെന്തിനാണ്, എങ്ങനെയാണ്, എവിടെയാണ് ഓഡിയൻസ്, കാര്യങ്ങളൊക്കെ ഉള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരും. ഈ ഒരു സ്ലൈഡ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ സ്ലൈഡ് നിങ്ങൾക്ക് അടുത്തൊരു സ്ലൈഡും കൂടി ഉണ്ട്, ഒരു 10 സ്ലൈഡും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിന്, ടിക്ടോക്ക്, പിന്നെ ലോക്കൽ SEO, പിന്നെ ഉള്ളത് ക്യാൻവ. ഇത് 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നമ്മൾ എന്താണ് നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാക്സിമം ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ പേജ് ക്രിയേഷൻ അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, പിന്നെ ഓർഗാനിക് ഓരോ സംഗതി ഒപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു തരും നിങ്ങൾക്ക്. അല്ലാണ്ട് ജസ്റ്റ് ഒരു പേജ് ഉണ്ടാക്കി ആഡിട്ട് റൺ ചെയ്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾക്കിപ്പോ ഒരു ജസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്ത് ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, നിങ്ങൾ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഏത് ആഡ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ലൊക്കേഷൻ ആഡ് ചെയ്യണം, എങ്ങനെ ഓഡിയൻസിനെ സെറ്റ് ചെയ്യണം. വേറെ സംഭവം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്നോട് പറയാണ്, അവിടെ എനിക്കൊരു മുട്ടായിക്കറുണ്ട്, ഇതൊന്ന് ഫേസ്ബുക്കിൽ ആഡ് ഇട്ടിട്ട് ഈ ഏരിയ മൊത്തം, ഇപ്പൊ സപ്പോസ് ഞാൻ നിൽക്കുന്ന ഹോഗാൻസിലാണെങ്കിൽ ഒരു പുതിയ ഷോപ്പുകാരൻ പറയാണ്, അവിടെ എനിക്ക് ഈ ഏരിയയിൽ ഒന്ന് കുറച്ച് ആൾക്കാരിലേക്ക് ഇത് റീച്ച് ആക്കി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്റെ പേജിൽ അത് ചെയ്യാൻ പറ്റുമോ? ലീഗലി അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്താണ് അതിന്റെ? കറന്റ്ലി ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഒരിക്കലും ദുബായ് ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിലല്ല ഉള്ളത്. ഞാനും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്.
ഓക്കെ, നമുക്കിവിടെ കുറെ ഓപ്ഷൻസും കാര്യങ്ങളും ഫ്രീലാൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അല്ല, ചെയ്യുന്ന എനിക്ക് പ്രശ്നം. അതെല്ലാം വേണ്ട. ഇപ്പം ഷോപ്പിനാണെങ്കിൽ ഷോപ്പിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഒരു ആ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവനക്ക് ചെയ്തു കൊടുത്താൽ പോരാ? ചെയ്തു കൊടുക്കാം. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ, അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഉള്ള ഓപ്ഷനാണ് ഈ ഫ്രീലാൻസിനുള്ള ഓപ്ഷൻ. നിങ്ങളിപ്പം പറഞ്ഞ ഓപ്ഷനാണ് ഈ ഫ്രീലാൻസ്. നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഫ്രീലാൻസും ചെയ്യാം. മനസ്സിലായല്ലോ? പിന്നെ ആ, അതെ അതെ. ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞില്ല, ഈ ഫ്രീലാൻസിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് ഒരാളല്ല, നിങ്ങൾക്ക് ഓർലൻസിൽ ഇപ്പൊ എത്ര കൊല്ലായി? നിങ്ങൾക്കൊരു അവിടെ നിങ്ങൾക്കൊക്കെ ഒരു 10 ക്ലയന്റിനെ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഒപ്പം ഈ ഫ്രീലാൻസ് കൊടുക്കാൻ പറ്റും. Yes, yes, yes. മാത്രല്ല, നിങ്ങൾക്കിപ്പോ നിങ്ങൾ പറഞ്ഞു എന്ത് ഡിസൈനർ ഇല്ല, ഞാൻ വേറൊരാൾക്ക് കൊടുക്കലാണെന്ന്. ഉം. അതുപോലെ വരുന്ന ബിസിനസ്സിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും. അതെ, അതെ. നിങ്ങൾക്ക് റിക്വയർമെന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതെ, ഇത് ഞാൻ പഠിപ്പിച്ചു തരും, ഞാൻ മനസ്സിലാക്കി തരും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതാണ്, കാരണം നിങ്ങൾ ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലല്ലോ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആ സാധനമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് വെറും ഒരു കോഴ്സ്, ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക, ഇതുണ്ടാക്കുക, പോവുക, അതല്ല കോഴ്സ്. അതെ, ഇതുകൊണ്ടാണ് ഈ നല്ല ഉദ്ദേശമാണ്. പക്ഷെ ഞാനിപ്പോ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ സൗകര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മളെ എനിക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ 7 പൊതുവെ to 8 ആണ് പൊതുവെ ഉണ്ടാവുക. എൻ്റെ ഒരു പോയിന്റ്, പൊതുവെ ഞാനൊരു ഇച്ചിരി ഡൗട്ട് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമുക്ക് 1-to-1 സെഷൻ ഉണ്ടാവും. നമുക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ആ വീഡിയോ വീണ്ടും കണ്ട്, ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടാകുന്ന സാധാരണമാണ്. അത് നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, ഇൻ കേസ് എനിക്ക് പ്രാക്ടിക്കലി ചിലപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പൊ ഫേസ് ടു ഫേസ് നിങ്ങളുടെ അടുത്ത് പേഴ്സണലി ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രീ ടൈം പറഞ്ഞാൽ മതി. ആ നിങ്ങളുടെ ടൈമിൽ ഞാൻ ബില്ലിംഗ് ആണ്. എനിക്ക് ഓക്കെ എന്റെ ഓക്കെ ടൈം ഓക്കെ കാണുന്നില്ല. ഓക്കെ, മീൻസ് മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ സപ്പോസ് സൺഡേ ആണോ, അല്ലെ സൺഡേ ആണ് എനിക്ക് ഓഫ്, ആ സാറ്റർഡേയോ സൺഡേയോ എപ്പോഴാണോ നിങ്ങൾ പറയുന്നത്, ഞാനിപ്പോ ഒന്ന് രാത്രി 12 മണിക്കാ ഫ്രീ ആണോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരാൻ തയ്യാറാണ്. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അതായത് വർക്കിംഗ് ടൈമിന് വരാൻ കഴിയില്ല, അത് മോശമല്ലേ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മീൻസ് അത് ഓഫീസ് കുഴപ്പമില്ല, അത് വർക്ക്. കുഴപ്പമില്ല. ആ